ആരും അറിയില്ലെന്ന് കരുതുന്ന മറവി കൊണ്ട് കാലം മൂടിക്കളഞ്ഞ കേസുകൾ പോലും ഒരു നാൾ പുറത്തു വരും. പഴക്കം എത്രയായാലും അങ്ങനെ സത്യം പുറത്തു വരുന്ന എത്രയോ കേസുകൾ സമീപകാലത്ത് വലിയ വാർത്തയായി നമ്മുടെ ശ്രദ്ധയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പക്ഷേ ചിലത് അങ്ങനെയല്ല. നീറിപ്പുകയുന്ന കുറ്റബോധം കൊണ്ട് അയാൾ തന്നെ അത് വെളിപ്പെടുത്തിയാലോ, താനാണ് കൊലയാളിയെന്ന് ഏറ്റുപറഞ്ഞാലോ, അതും ഒന്നല്ല 2 കൊലപാതകങ്ങൾ. മലബാറിലെ ഒരു പഴയ കാലത്തെ ചികഞ്ഞെടുക്കാനാണ് അയാൾ വന്നത്. അയാളുടെ വെളിപ്പെടുത്തൽ കേരള പോലീസിനുണ്ടാക്കിയ തലവേദന ചെറുതായിരുന്നില്ല. അപസർപ്പക വിദഗ്ധരാകുന്ന മാധ്യമങ്ങൾ പോലും കേസിനു നേരെ മിഴിപൂട്ടി. 3 ധ്രുവങ്ങളിലാണ് നീതിയും നിയമപാലകരും മുഹമ്മദ് അലിയും. മമ്മദിനെ തേടി പോലീസ് എത്തിയില്ല. ഒടുവിൽ മമ്മദ് പോലീസിനെ തേടിയെത്തി. ഏറ്റുപറഞ്ഞ കുറ്റത്തിൽ ശിക്ഷിക്കാനും അന്വേഷിക്കാനുമാകാതെ വഴിമുട്ടിപ്പോയ പോലീസാണ് ഈ കഥയിലെ ഹൈലൈറ്റ്. പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു കയറുമ്പോൾ വേങ്ങര സ്വദേശി മുഹമ്മദ് അലി ഉറപ്പിച്ചിരുന്നു, ഇത് താൻ സ്വയം എഴുതുന്ന തന്റെ വിധിയാണ്, ഇതിൽ മാറ്റമില്ല. സ്റ്റേഷനുള്ളിൽ കടന്ന മുഹമ്മദ് അലി ആദ്യം കണ്ട പോലീസുകാരന്റെ സമീപത്തേക്ക് നടന്നു. ജൂൺ 5, 2025. പോലീസ് സ്റ്റേഷൻ വളപ്പിലേക്ക് കയറുമ്പോൾ പറയാനുള്ള കാര്യങ്ങളിൽ ഏകദേശ ധാരണ മനസ്സിലുണ്ട്. അങ്ങേയറ്റം ശാന്തമാണ് മനസ്സും ശരീരവും. ചെയ്ത പാപങ്ങൾ കഴുകിക്കളയാനുള്ള ഒരു തീർത്ഥാടനം പോലെ മനസ്സിനെ അയാൾ പാകപ്പെടുത്തിയിരുന്നു. കോമ്പൗണ്ടിൽ കണ്ട പോലീസുകാരോട് സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടോ എന്നായിരുന്നു ആദ്യം അന്വേഷിച്ചത്. ഇല്ല എന്ന മറുപടിയിൽ നിരാശനായി. പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ചോദ്യം ആവർത്തിച്ചു. കാര്യം പറയാൻ നിർബന്ധിച്ചു. ഞാനൊരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് സർ. അലസമായിരുന്ന പോലീസ് ടീം അലർട്ടായി. അടുത്തിടെ കണ്ട ചില സിനിമകളിലെ ഒരു രംഗം പോലെ ആ പോലീസുകാർക്കും അങ്ങനെ തന്നെ തോന്നിയിരിക്കാം. എന്ത് കുറ്റം പോലീസ്? ഞാൻ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട് സർ. കൊലപാതകമോ? ചോദ്യം ചോദിച്ച പോലീസ് മുഹമ്മദ് അലിയെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. തന്നെ ആക്രമിക്കാൻ ശ്രമിച്ച ഒരാളിനെ താൻ വകവരുത്തി. അതൊരു അബദ്ധമായിരുന്നു. മുഹമ്മദ് അലി തന്റെ ആ കുറ്റകൃത്യം വേങ്ങര പോലീസ് സ്റ്റേഷനിലെ ഡ്യൂട്ടി ഉദ്യോഗസ്ഥരോട് വിവരിച്ചുകൊണ്ടേയിരുന്നു. തന്നെ ആക്രമിച്ചപ്പോൾ ചെറുത്തുനിന്ന് നോക്കി. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ആഞ്ഞൊരു തള്ളും ചവിട്ടും. അയാൾ സമീപത്തെ തോട്ടിലേക്ക് മറിഞ്ഞു. നോക്കി നിൽക്കെ അയാൾ പിടഞ്ഞു മരിച്ചു. മുഹമ്മദ് അലി പറഞ്ഞു നിർത്തിയപ്പോഴേക്കും പോലീസ് ശരിക്കും അലർട്ടായി. ചോദ്യങ്ങൾ ഒഴുകി. എപ്പോൾ, എങ്ങനെ? ഞെട്ടിനിന്ന പോലീസിന് വിശ്വസിക്കാൻ കഴിയാത്തൊരു ട്വിസ്റ്റാണ് മുഹമ്മദ് അലിയുടെ മറുപടി ഉണ്ടാക്കിയത്. കൊലപാതകം നടന്നത് 39 വർഷങ്ങൾക്ക് മുമ്പ്. ഏതാണ്ട് 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തിയൊരു കൊലപാതകം. ഇയാൾ പറയുന്നത് സത്യമാണോ? 4 പതിറ്റാണ്ടാകുമ്പോൾ ഒരാൾ ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ നടത്തുമോ? ആ ക്രിമിനൽ സൈക്കോളജി എന്താകും? പോലീസ് ഒരൊറ്റ നിമിഷം കൊണ്ട് വട്ടം ചുറ്റിപ്പോയി. ശരി, എന്നാൽ പിന്നെ അന്വേഷണം ആരംഭിക്കാമെന്ന് പോലീസ് കരുതി. ആരെയാണ് നിങ്ങൾ കൊന്നത്? അറിയില്ല എന്ന മുഹമ്മദ് അലിയുടെ മറുപടിയിൽ പോലീസ് ശരിക്കും പെട്ടു. അറിയില്ല എന്നാണോ അതോ ഓർമ്മയില്ല എന്നാണോ? കണ്ടുമാത്രം അറിയുന്ന ഒരാളാണ് സർ. അയാൾ തമിഴായിരുന്നു സംസാരിക്കാറ്. നാട്ടിലൊക്കെ കാണാറുണ്ട്.
മുഹമ്മദ് അലിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ? കണ്ടിട്ടങ്ങനെ തോന്നുന്നില്ല. തിരിച്ചും മറിച്ചും ചോദിച്ചു. സ്ഥലം, സമയം, ഏകദേശ കാലം എല്ലാം മുഹമ്മദ് അലിക്ക് നിശ്ചയമുണ്ടായിരുന്നു. സൂചനകൾ ലഭിച്ചതോടെ പോലീസ് സന്ദേശം പാഞ്ഞു. കൂടരഞ്ഞിയിലാണ് സംഭവം. കോഴിക്കോട് ജില്ല തിരുവമ്പാടി പോലീസ് സ്റ്റേഷനാണ് ജൂറിസ്ഡിക്ഷൻ. പരിശോധിക്കാൻ പോലീസ് കുറേയേറെ സമയമെടുത്തു. പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ല. പോലീസ് റെക്കോർഡുകളിൽ അങ്ങനെ ഒരു കൊലപാതക വിവരവുമില്ല. വേങ്ങര പോലീസിന് വീണ്ടും സംശയം മുഹമ്മദ് അലിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്നായിരുന്നു. പക്ഷെ അങ്ങനെ വിട്ടുകളയാനും കഴിയില്ല. ഒരാൾ നേരെ വന്ന് നിൽക്കുന്നു, ഏറ്റുപറയുന്നു താൻ ഒരാളെ കൊന്നെന്ന്. 1986 നവംബർ. കൂടരഞ്ഞിയിലെ സംഭവം സംബന്ധിച്ച് മുഹമ്മദ് അലി നൽകിയ വിവരങ്ങളിലെ കാലം, തീയതി വെച്ച് നടത്തിയ പരിശോധനയിൽ ഒരു പത്രവാർത്ത കണ്ടെത്തി. മനോരമ പ്രസിദ്ധീകരിച്ച ആ വാർത്ത ഇങ്ങനെയാണ്: ജഡം കണ്ടെത്തി, കൂടരഞ്ഞി. മിഷൻ ആശുപത്രിക്ക് പിന്നിലെ വയലിലുള്ള ചെറുതോട്ടിൽ യുവാവിന്റെ ജഡം കണ്ടെത്തി. 20 വയസ്സ് തോന്നിക്കും. ആകെ 2 വരികൾ മാത്രമുള്ള ഒരു വാർത്ത. പിന്നീടുള്ള ദിവസങ്ങളിലെ വാർത്തകളിൽ ഇതിനെക്കുറിച്ചൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അന്ന് പോലീസ് ഈ കേസ് സ്വാഭാവിക മരണമായി എഴുതിത്തള്ളിയിരുന്നു എന്നായിരുന്നു റെക്കോർഡുകൾ. ബന്ധുക്കളില്ല, ആരും അന്വേഷിച്ചു വന്നില്ല. തമിഴ് സംസാരിക്കുന്ന ഒരു 20കാരൻ തോട്ടിൽ വീണു മരിച്ചു. ഫയൽ ക്ലോസ്ഡ്. ഇവിടെ മുഹമ്മദ് സ്റ്റേഷനിലുണ്ട്. കൊലയാളി എന്ന് സ്വയം സമ്മതിച്ച ഒരു കുറ്റവാളി. പക്ഷേ മരിച്ചതാര്? മൃതദേഹമില്ല, ദഹിപ്പിച്ചു കഴിഞ്ഞു. മരണത്തിൽ അസ്വാഭാവികതയുമില്ല. ഫയൽ ക്ലോസ് ആണ്. ഇതെവിടെ തുറക്കും? എങ്ങനെ തുടങ്ങും? കോഴിക്കോട്ടേക്ക് പോകണം, സ്ഥലം കാണണം, ഫോർമാലിറ്റീസ്, പ്രോട്ടോകോൾ. ഉന്നത ഉദ്യോഗസ്ഥരെത്തി. തോടും വയലുമെല്ലാം രൂപം മാറി. പട്ടണവൽക്കരണം കൂടരഞ്ഞിയെയും മാറ്റിയിട്ടുണ്ട്. വയൽ പ്രദേശങ്ങളെല്ലാം നികന്നുപോയി. വയലിരുന്ന ഇടത്തിനരികിൽ ഇപ്പോഴും ഒരു ചെറിയ ചാലുണ്ട്. പഴയ തോടിന്റെ ഒരു നിഴൽ. എങ്കിലും പോലീസിനത് കൃത്യസ്ഥലമാണ്. തിരുവമ്പാടി പോലീസ് വേങ്ങര ടീമിൽ നിന്നും കേസ് ഏറ്റെടുത്തു. സംഭവസ്ഥലത്ത് നിന്ന് മടങ്ങുന്ന വഴി മുഹമ്മദ് അലി ഒരിക്കൽ കൂടി പോലീസിനെ ഞെട്ടിച്ചു. ഒരു വെളിപ്പെടുത്തലിന്റെ ക്ഷീണത്തിൽ നിന്ന് മറികടക്കുന്നതിന് മുൻപ് തന്നെ അടുത്തതെത്തുന്നു. വെള്ളയിൽ ബീച്ച് കടന്നു പോകുമ്പോൾ അയാൾ മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിന് തന്നെ പാകപ്പെടുത്തി. പിന്നെ മെല്ലെ പറഞ്ഞു തുടങ്ങി. സർ, ഒരു കാര്യം കൂടിയുണ്ട്. വെള്ളയിൽ കടപ്പുറത്ത് ഞാൻ ഒരാളെ കൂടി പുതച്ചിട്ടുണ്ട്. പുതച്ചിട്ടുണ്ടെന്നോ? അതെ സാർ, കഞ്ചാവ് ബാബുവും ഞാനും കൂടി ഇവിടെ വെച്ച് ഒരാളെ കൊന്നിട്ടുണ്ട്. മണ്ണിൽ തല പൂഴ്ത്തിയാണ് അയാളെ കൊന്നത്. വ്യക്തമായി പറഞ്ഞു വെച്ചു മുഹമ്മദ് അലി. മുഹമ്മദിന്റെ രണ്ടാമത്തെ വെളിപ്പെടുത്തൽ. ഇനി എത്ര പേർ? ഇയാൾ ഒരു സീരിയൽ കില്ലറാണോ? പോലീസ് പാർട്ടിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. തികച്ചും ശാന്തനായി നിൽക്കുന്ന മുഹമ്മദ് അലി ഒരാൾ താൻ ചെയ്തെന്ന് അവകാശപ്പെട്ട് കുറെ പാതകങ്ങളുടെ പട്ടിക നിരത്തുന്നു. ആരെന്നും എന്തെന്നും ഉറപ്പിക്കാനാകാതെ സംവിധാനങ്ങൾ. ആയിരത്തി 1989 സെപ്റ്റംബർ 24 കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തുകയും ഇതു സംബന്ധിച്ച് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ഒരു പത്രവാർത്ത ഫയലുകളിലുണ്ടായിരുന്നു. കടപ്പുറത്ത് അജ്ഞാത ജഡം എന്ന തലക്കെട്ടിലായിരുന്നു വാർത്ത.
കടലിൽ നിന്ന് വളരെ ദൂരെയായതുകൊണ്ട് ജഡം ഒഴുകി വന്നതാണെന്ന് കരുതാനാവില്ല എന്നും വാർത്തയിലുണ്ട്. 30 വയസ്സിന് താഴെ പ്രായം, ഇരുനിറം, ഒരു ഷഡ്ഡി മാത്രമായിരുന്നു ശരീരത്തിലുണ്ടായിരുന്നത്. നടക്കാവ് പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. വാർത്തയിൽ ഇങ്ങനെ കുറച്ചധികം വിവരങ്ങൾ ഉണ്ടായിരുന്നു. വെള്ളയിൽ ബീച്ചിൽ വെച്ച് മുഹമ്മദ് അലി കഞ്ചാവ് ബാബു എന്ന മറ്റൊരാളുമായി ചേർന്ന് ആരെയാണ് കൊന്നത്? വീണ്ടും പോലീസ് അന്വേഷണമായി. അന്ന് നടക്കാവ് പോലീസ് CI ആയിരുന്ന N സുഭാഷ് ബാബുവിന് ഇന്നും ആ കേസിലെ പല വിവരങ്ങളും കാണാപ്പാഠം. ഒരാൾ വെള്ളയിൽ ബീച്ചിൽ ഈ പറഞ്ഞ തീയതിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കൊന്നതാരെന്നോ മരിച്ചതാരെന്നോ അറിയാതെ ആ ഫയൽ മടങ്ങിയിരുന്നു. ദേഹപരിശോധനയിൽ മൂക്കിലും വായിലും മണ്ണുണ്ടായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെന്ന് SPI റിട്ടയർ ചെയ്ത സുഭാഷ് ബാബു പറഞ്ഞു. മണ്ണിൽ തലപൂഴ്ത്തിയാണ് താൻ അയാളെ കൊന്നതെന്ന മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ ശരിവയ്ക്കുന്ന വാക്കുകൾ. മൂക്കിലും പിന്നെ അതിൻ്റെ നാസാദ്വാരത്തിൽ മണ്ണ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് അതിനകത്ത് എഴുതിയതായിട്ടൊരു ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ പറയാം, അങ്ങനെ ആണ് എനിക്കൊരു ഓർമ്മയുള്ളത്. അതുകൊണ്ട് കേസ് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ആ കേസാണോ എന്ന് അന്വേഷിക്കുമെന്ന് പറയും. അപ്പോൾ അത് കഴിഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞിങ്ങനെ മണ്ണിൽ ഇങ്ങനെ മുഖം അമർത്തി കൊന്നാ. ഞാൻ പറഞ്ഞാൽ എന്നാൽ പിന്നെ അത് തന്നെ സംശയമൊന്നുമില്ല. അങ്ങനെ ആ വട്ടം കറക്കിയ വെളിപ്പെടുത്തലിൽ ചെറിയ വ്യക്തത വരുന്നു. മരണം രണ്ടും നടന്നത് തന്നെ, അതുറപ്പാക്കി. പക്ഷേ കൊന്നതാണോ? പറഞ്ഞ കഥകൾ യഥാർത്ഥ സംഭവങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ട്, അവിശ്വസിക്കേണ്ടതില്ല. പക്ഷെ പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, ഇനി തെളിവുകൾ വേണം. എന്തായിരിക്കും അന്നാ ദിവസം കൂടരഞ്ഞിയിൽ നടന്നത്? ആ തർക്കത്തിനും കൊലപാതകത്തിനും കാരണമറിയണം. സംഭവം 1, കൂടരഞ്ഞിയിലെ കാമാസക്തൻ. നവംബർ. ഒരു നിർധന കുടുംബത്തിലെ 14 വയസ്സുകാരനാണ് കൂടരഞ്ഞി തൈപ്പറമ്പിൽ പൈലിയുടെ മകനായ ആന്റണി. ആന്റണി കൂടി പണിയെടുത്താണ് ആ കുടുംബം പുലർത്തുന്നത്. അന്നും ജോലി കഴിഞ്ഞ് കൈയും കാലും കഴുകാനാണ് ആ തോട്ടിലേക്ക് ആന്റണി ഇറങ്ങിയത്. തന്റെ പിന്നിൽ നിന്ന് അയാളെ ആദ്യം ശ്രദ്ധിച്ചില്ല. ഇന്ന് രാത്രി ഇവിടെ തങ്ങി നാളെ പോയാൽ പോരെ. തമിഴ് കലർന്ന അയാളുടെ സംസാരം ആന്റണിക്ക് ഇഷ്ടപ്പെട്ടില്ല. അയാളെ അങ്ങിങ്ങ് കാണാറുണ്ട്. തമ്പി എന്ന് വിളിച്ച് ഇടയ്ക്ക് സൗഹൃദം കൂടാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ പരിചയമില്ല. തന്നോടുള്ള ചോദ്യം ഇഷ്ടപ്പെടാതെ തിരിഞ്ഞു നടന്ന ആന്റണിയെ അയാൾ കടന്നുപിടിച്ചു. അതൊരു ലൈംഗിക അതിക്രമത്തിന്റെ സ്വഭാവത്തിലേക്ക് പെട്ടെന്ന് വഴുതി മാറി. കുതിറി മാറി വഴിയൊഴിഞ്ഞു പോകാൻ തന്നെയായിരുന്നു ആന്റണിയുടെ ഉദ്ദേശം. പക്ഷേ അയാൾ വിട്ടില്ല. ഒരൊറ്റ നിമിഷം സകല ശക്തിയുമെടുത്ത് അയാളെ ആന്റണി ആഞ്ഞു തള്ളി. ഒരു ചവിട്ടും കൊടുത്തു. അപ്രതീക്ഷിത നീക്കം അയാളുടെ കാലുകളെ ഇളക്കി. നിലയില്ലാതെ അയാൾ സമീപത്തെ തോട്ടിലേക്ക് മറിഞ്ഞു. അപസ്മാരത്തിന്റെ ലക്ഷണങ്ങളോടെ അയാൾ പിടഞ്ഞവസാനിച്ചു. പിന്നെ ആന്റണി അവിടെ നിന്നില്ല, ഓടി രക്ഷപ്പെട്ടു. സംഭവം 2, പ്രതികാരം. സെപ്റ്റംബർ 24 കോഴിക്കോട് നഗരത്തിൽ വെച്ച് തന്റെ കുറച്ചു പണം ഒരാൾ മോഷ്ടിച്ചു. ആളെ കണ്ടാൽ ആന്റണിക്ക് അറിയാം. അന്ന് ആന്റണി അവനെ ഏറെ തിരഞ്ഞു. ഒടുവിൽ വെള്ളയിൽ ബീച്ചിൽ വെച്ച് കണ്ടു. തന്ത്രപൂർവ്വം ആന്റണി നീങ്ങി. അന്നൊപ്പം ഒരാൾ കൂടിയുണ്ട്. കഞ്ചാവ് ബാബു എന്നാണ് വിളിപ്പേര്. അയാളോട് കാര്യം പറഞ്ഞു. ആളെ തൂക്കാമെന്നായി കഞ്ചാവ് ബാബുവിന്റെ പക്ഷം. ഇരുവരും ചേർന്ന് അയാളെ പിടികൂടി. കടലിൽ നിന്ന് കുറച്ചു മാറി തീരത്തെ മണൽപ്പരപ്പിൽ ആളൊഴിഞ്ഞൊരു ഭാഗത്ത് വെച്ച് മുഖം മണലിലേക്കാഴ്ത്തി. പിന്നെ അയാൾ പിടഞ്ഞവസാനിക്കും വരെ അവർ രണ്ടുപേരും കൈയെടുത്തതേയില്ല. കൊല്ലപ്പെട്ടു എന്നുറപ്പാക്കി. അന്ന് അവിടെ വെച്ച് ആന്റണിയും കൂട്ടാളി കഞ്ചാവ് ബാബുവും പിരിഞ്ഞതാണ്. കഞ്ചാവ് ബാബുവിനെ കണ്ടിട്ടില്ലെന്നും മുഹമ്മദ് അലി പറയുന്നു.
അങ്ങനെ വേങ്ങര പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. കൂടരഞ്ഞി കേസ് വിവരങ്ങൾ തിരുവമ്പാടി പോലീസ് സ്റ്റേഷന് കൈമാറി. വെള്ളയിൽ ബീച്ച് കേസിലെ വെളിപ്പെടുത്തൽ വിവരങ്ങൾ നടക്കാവ് പോലീസിന് സ്വാഭാവികമായി കൈമാറി. ഇനി അന്വേഷണത്തിലെ പ്രധാന ചോദ്യം, നീണ്ട 39 വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ വെളിപ്പെടുത്തൽ എന്തിന്? മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തലിൽ ആന്റണി എന്ന 14-കാരന്റെ റോൾ എന്താണ്? ഉത്തരത്തിലേക്ക് വരാൻ ആദ്യം ആരാണ് മുഹമ്മദ് അലി എന്നറിയണം. കൂടരഞ്ഞി തൈപ്പറമ്പിൽ പൈലിയുടെ മകനായ ആന്റണി, സഹോദരൻ പൗലോസ്. ആന്റണി കൂടരഞ്ഞിയിൽ നിന്നാണ് വിവാഹം കഴിച്ചത്. പക്ഷെ ഭാര്യ ആന്റണിയെ ഉപേക്ഷിച്ച് മറ്റൊരു ജീവിതം തേടിപ്പോയി. 2 മക്കളുമായി ആത്മഹത്യ ചെയ്യാനായിരുന്നു ആന്റണിയുടെ തീരുമാനം. പക്ഷെ ജീവിക്കണമെന്ന പുതിയ തീരുമാനത്തിൽ ആത്മഹത്യയിൽ നിന്ന് പിന്മാറി. മക്കളുമായി മലപ്പുറം വേങ്ങരയിലേക്ക് അയാൾ താമസം മാറി. അവിടെ വീണ്ടും വിവാഹം. 2ാം വിവാഹത്തോടെ മതം മാറിയ ആന്റണി മുഹമ്മദ് അലിയായി മാറി. ഒരിക്കൽ ഒരുമിച്ച് മരിക്കാൻ തീരുമാനിച്ച മക്കൾ 2 പേരും പിന്നീട് മുഹമ്മദ് അലിയെ വിട്ടുപോയി. മക്കളുടെ മരണം അയാളെ തളർത്തി. കുറ്റബോധം അയാളെ വരിഞ്ഞു മുറുക്കി. മാനസികമായി തളർന്നു. താൻ ചെയ്ത ആ കൊടും പാപങ്ങൾ തന്നെ വേട്ടയാടുന്നുവെന്ന് അയാൾക്ക് തോന്നിത്തുടങ്ങിയ ദിവസങ്ങൾ. കിടന്നാൽ ആ രൂപങ്ങളാണ് മനസ്സിൽ. നീണ്ടു നിവർന്നു കിടക്കുന്ന മണൽപ്പരപ്പിൽ ശ്വാസം കിട്ടാതെ പിടയുന്ന ഒരു മനുഷ്യന്റെ 2 കാലുകൾ അയാളുടെ ദുസ്വപ്നങ്ങളിൽ പതിവായി. തോട്ടിലെ വെള്ളത്തിനു മുകളിൽ തുറച്ചു നിൽക്കുന്ന ആ കണ്ണുകൾ അയാളുടെ പേടിയായി. കുറ്റബോധവും അയാളുടെ വിശ്വാസവും മുഹമ്മദ് അലിയെ വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. പാപം കഴുകിയിറക്കാനുള്ള ഒരു ഉമ്ര പോലെ അയാൾ തന്റെ തെറ്റുകൾ സർവകാരണികന്റെ പ്രതിരൂപമായി കരുതി അവിടെ ഏറ്റുപറഞ്ഞു. കിട്ടാവുന്ന വിവരങ്ങളൊക്കെ ശേഖരിച്ചു. ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിവരങ്ങൾ ലഭ്യമായി. പഴയ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ചില സൂചനകൾ ലഭിച്ചു. 2ാമത്തെ കൊലപാതകത്തിൽ ബന്ധപ്പെടുത്താവുന്ന ചില ലിങ്കുകളും ലഭിച്ചു. അറസ്റ്റിലായ മുഹമ്മദ് അലി ജയിലിലായി. മുഹമ്മദ് അലി മാനസിക രോഗിയാണെന്നും അയാൾ പറയുന്നതൊന്നും ശരിയല്ലെന്നും വാദിച്ച് സഹോദരൻ CG പൗലോസ് രംഗത്തെത്തി. 1986-ൽ കൂടരഞ്ഞിയിലെ സംഭവ സമയത്ത് ആന്റണി വീട്ടിലുണ്ടായിരുന്നില്ല എന്നാണ് സഹോദരന്റെ വാദം. എന്നാൽ കഴിഞ്ഞ 5 മാസമായി മുഹമ്മദ് അലി തന്റെ ഒപ്പം പണിക്ക് വരുന്നുണ്ടെന്നും അയാൾക്ക് മാനസിക രോഗത്തിന്റെ ലക്ഷണം പോലുമില്ലെന്നും ഉറപ്പിച്ചു പറയുകയാണ് സുഹൃത്ത് ശശി. മാനസിക പ്രശ്നങ്ങളായിട്ടുള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല. മാനസിക പ്രശ്നങ്ങളൊന്നും ആളൊന്നുമല്ലായിരുന്നു. സാധാരണ പറഞ്ഞാൽ രാവിലെ വന്ന ഒരു 10-15 മിനിറ്റ്, ഏകദേശം അരമണിക്കൂറോളം സമയം പത്രം വായിച്ച് അതിൽ ആ പത്രത്തിലുള്ള വാർത്ത ഒരാഴ്ച കഴിഞ്ഞാലും പിന്നെയും പറഞ്ഞിരുന്ന ആളാണ്. പോലീസ് ഈ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യുന്നു? തെളിവുകളുണ്ടോ? അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ? 2 കൊലപാതകങ്ങൾ, ഒരു പ്രതി. കൊല്ലപ്പെട്ടത് ആരൊക്കെയെന്നറിയില്ല. കൃത്യമായ തെളിവുകളില്ല. വെള്ളപ്പേപ്പറിൽ എഴുതി തുടങ്ങണം. പോലീസിന് മുന്നിൽ ആകെയുള്ളത് ഒരു ക്ലീൻ സ്ലേറ്റ്. വെളിപ്പെടുത്തലിന് പുറകെ പായുന്നത് 2 ജില്ലകളിലെ പോലീസ് സംഘമാണ്. വെള്ളയിൽ ബീച്ച് സംഭവത്തിന്റെ വേരുകൾ തേടി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ 7-അംഗ ക്രൈം സ്ക്വാഡിന് രൂപം നൽകി. കൂടരഞ്ഞിയിൽ മരിച്ച അജ്ഞാതനാര്? തിരുവമ്പാടി പോലീസ് അത് തേടി ഇരിട്ടിയിലേക്കും പാലക്കാട്ടേക്കും അന്വേഷണം നീട്ടി. അജ്ഞാതനെ രൂപപ്പെടുത്തി ഒരു രേഖാചിത്രം തയ്യാറാക്കിയത് മുഹമ്മദ് അലിയുടെ തന്നെ സഹായത്തോടെയാണ്. മുഹമ്മദ് അലിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടോ? കോഴിക്കോട് വിജയ ആശുപത്രി, മെഡിക്കൽ കോളേജ് തുടങ്ങി മുഹമ്മദ് അലി സഞ്ചരിച്ച വഴികളിലെല്ലാം പോലീസ് റീവിസിറ്റ് ചെയ്യുകയാണ്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാതായതോടെ മുഹമ്മദ് അലിക്ക് സ്വാഭാവിക ജാമ്യം കിട്ടി.
പക്ഷേ അയാൾ അതല്ല ആഗ്രഹിക്കുന്നത്. സ്വതന്ത്രമായൊരു ജീവിതം തനിക്ക് ചുറ്റും വീണ്ടും ദുരന്തങ്ങൾ തീർക്കുമെന്നൊരു വിശ്വാസം. തന്റെ തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തം പൂർത്തിയാക്കണം. നിശ്ചയം പോലെ ഒരു ശിക്ഷ ഏറ്റുവാങ്ങണം, അതെത്ര കഠിനമായാലും. സമീപകാല സിനിമകൾ പോലെ ഒന്ന്, രേഖാചിത്രത്തിലും തെളിയാതെ അവിശ്വസനീയമായ ഒരു മലബാർ കാണ്ഡം. കേട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ മരവിച്ചു പോകുന്ന സംഭവങ്ങൾ, ചിലപ്പോൾ ചിന്തിപ്പിക്കുന്ന ക്രിമിനൽ ഫിലോസഫി. ഈ കേസ് കേരള പോലീസിനൊരു ലിറ്റ്മസ് ടെസ്റ്റാണ്. സിനിമയിൽ മാത്രമല്ല, യാഥാർത്ഥ്യത്തിലും തെളിവുകൾ കുഴിമാന്തിയെടുക്കാനുള്ള ആർജവം പ്രകടിപ്പിക്കാനുള്ള ലിറ്റ്മസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.